നമ്മൾ ഒരു ഭൂമി വാങ്ങിക്കഴിഞ്ഞാൽ ആധാരം രജിസ്റ്റർ ചെയ്താൽ മാത്രം എല്ലാമായി എന്ന് കരുതുന്നവരുണ്ട്. എന്നാൽ ഭൂമിയുടെ പൂർണ്ണമായ ഉടമസ്ഥാവകാശം നമ്മുടെ പേരിൽ ആകണമെങ്കിൽ പോക്കുവരവ് അഥവാ മ്യൂട്ടേഷൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എന്താണ് പോക്കുവരവ്, ഇത് എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ടു ടെക് ടോക്ക് ബൈ ഷറഫു. ഒരു വസ്തുവിന്റെ ഉടമസ്ഥാവകാശം മാറുമ്പോൾ വില്ലേജ് ഓഫീസിലെ റെക്കോർഡുകളിൽ, അതായത് തണ്ടപ്പ രജിസ്റ്ററിൽ പഴയ ഉടമയുടെ പേര് മാറ്റി പുതിയ ഉടമയുടെ പേര് ചേർക്കുന്ന പ്രക്രിയയാണ് പോക്കുവരവ് അഥവാ മ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത്. ഇതിനു ശേഷമേ നിങ്ങൾക്ക് ഭൂനികുതി സ്വന്തം പേരിൽ അടയ്ക്കാൻ സാധിക്കുകയുള്ളൂ. പോക്കുവരവ് എപ്പോഴൊക്കെയാണ് വേണ്ടി വരുന്നത് എന്ന് നോക്കാം. 1. ഭൂമി വിലക്ക് വാങ്ങുമ്പോൾ. 2. മരണപ്പെട്ട വ്യക്തിയുടെ സ്വത്ത് അനന്തരാവകാശികൾക്ക് ലഭിക്കുമ്പോൾ. 3. ഗിഫ്റ്റ് ഡീഡായി ഭൂമി ലഭിക്കുമ്പോൾ. 4. കോടതി വിധി പ്രകാരം ഭൂമി ലഭിക്കുമ്പോൾ. പോക്കുവരവ് ചെയ്യേണ്ട രീതികൾ എങ്ങനെയൊക്കെയാണ് എന്ന് നോക്കാം. 1. ഓട്ടോമാറ്റിക് പോക്കുവരവ് എന്ന് വെച്ചാൽ ആധാരം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും വില്ലേജ് ഓഫീസിലേക്ക് വിവരങ്ങൾ ഓൺലൈനായി തന്നെ കൈമാറും. പ്രത്യേക അപേക്ഷയില്ലാതെ തന്നെ പോക്കുവരവ് നടക്കും. 2. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഓൺലൈനായോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നേരിട്ടോ ഈ അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട്. അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. രജിസ്റ്റർ ചെയ്ത ആധാരത്തിന്റെ കോപ്പി അഥവാ ടൈറ്റിൽ ഡീഡ്. 2. ആധാർ കാർഡ് അല്ലെങ്കിൽ പാൻ കാർഡ്. 3. പഴയ ഉടമ നികുതി അടച്ച റെസിപ്റ്റ്. 4. ഭൂമിയുടെ മറ്റ് ഉടമസ്ഥാവകാശ രേഖകൾ. ഇത്രയുമായി നിങ്ങളുടെ അടുത്തുള്ള വില്ലേജ് ഓഫീസിലോ അല്ലെങ്കിൽ ഓൺലൈനായോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നിങ്ങൾ സമർപ്പിച്ച അപേക്ഷയിന്മേൽ വില്ലേജ് ഓഫീസർ അപ്രൂവ് ചെയ്ത് നിങ്ങൾക്ക് പുതിയൊരു തണ്ടപ്പേർ നമ്പർ ലഭിക്കും. ഇതിനുശേഷം ഉടനെ തന്നെ നിങ്ങളുടെ ഭൂനികുതി അടച്ച് റെസിപ്റ്റ് കൈപ്പറ്റാവുന്നതാണ്. ബാങ്ക് ലോണിനും മറ്റു ഉടമസ്ഥാവകാശ രേഖകൾക്കും ഈ പോക്കുവരവ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അടുത്ത ടെക് ടോക്കുമായി വീണ്ടും കാണാം. ബൈ.